എനിക്ക് റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ ഏറ്റവും വിഷമമുള്ള ഒരു കാര്യം, ഒരു മാസത്തോളം ആയിഷ ബീവിയുടെ കട്ടിലിനടുത്തേക്ക് റസൂലുള്ളാഹിക്ക് ചെല്ലാൻ കഴിഞ്ഞില്ല. എനിക്ക് മുനാഫിക്കങ്ങളുടെ ദേഷ്യമാണ്. മദീനയിലെ മുനാഫിക്കങ്ങൾ മനസ്സിലായില്ല. മദീനയിലെ മുനാഫിക്കങ്ങൾ കാരണം റസൂലുള്ളാഹിക്ക് എന്ന് പറഞ്ഞാൽ പച്ചവെള്ളം പോലെ ഇഷ്ടമാണ്. ആര്? സയ്യിദത്തുനാ ഉമ്മുനാ ആയിഷ റളിയല്ലാഹു അൻഹ. ആ പൊന്നുമ്മാൻ്റെ അടുത്തേക്ക് റസൂലുള്ളാഹി പോയില്ല. എന്തുകൊണ്ട് പോയില്ല? ആരോപണം. റസൂലുള്ളാഹിക്കറിയാം കുറ്റവിമുക്തയാണ്, പക്ഷേ ആവശ്യമില്ലാത്ത പറഞ്ഞുണ്ടാക്കി ആരോപണ വിധേയമാക്കപ്പെട്ടത് കൊണ്ട് ജഡ്ജി പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? മാറി നിൽക്കണം. റസൂലുള്ളാഹി ജഡ്ജിയാണ്. അല്ലെങ്കിൽ പിന്നീട് എന്താ പറയുക, സ്വന്തം ഭാര്യയാവുമ്പോൾ പിന്നെ വിഷയമൊന്നുമില്ല, മറ്റോലെ പെണ്ണുങ്ങളാവുമ്പോൾ മാറിക്കണം. കഅബ ബിൻ മാലിക്കിനോട് എന്ത് പറഞ്ഞു? ഭാര്യനെ കൊണ്ടേക്കാൻ പറഞ്ഞു. റസൂലുള്ളാഹിന്റെ പ്രശ്നം പറയില്ലേ? പറയേ പിൽക്കാലഘട്ടത്തിലെ ഓറിയന്റലിസ്റ്റുകൾ പറയില്ലേ? റസൂലുള്ളാഹി മാറിയിരുന്നു. റസൂലുള്ളാഹിക്കറിയാം ഒരു കടുകിന്റെ മണി കുറ്റമില്ലാത്ത പെണ്ണാണ്. ആര്? ഉമ്മുനാ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. അപ്പോൾ വിട്ടുപോയി. കുറച്ച് ദിവസം മാറിയിരുന്നു. ആ ദിവസങ്ങളാണ് എനിക്ക് മുനാഫിക്കങ്ങൾക്ക് മാപ്പ് കൊടുക്കാൻ പറ്റൂല. കാരണം അതങ്ങനെയാണ്. സുൽത്താൻ പറഞ്ഞ ഒരു പ്രേമത്തിൻ്റെ കട്ടയാണ്. ആരോട്? അശബിയോട്. അശബി എന്ന റസൂലുള്ളാഹിന്റെ ഖൽബിൻ്റെ സന്തോഷമാണ്. ഫാത്തിമ ബീവിയോട് പറഞ്ഞതാണ് ഒരിക്കൽ, ഇന്നി ഉഹിബ്ബുഹാ, എനിക്ക് ആയിഷാനെ ഇഷ്ടമാണ് മോളെ. അന്ന് മുതൽ കുന്തു ഉഹിബ്ബു ആയിഷ, എനിക്ക് ആയിഷാനെ ഇഷ്ടമായി തുടങ്ങി. ആര് പറഞ്ഞു? ഫാത്തിമ ബീവി. പിന്നെ ഒരിക്കൽ ഞാൻ ചെല്ലുമ്പോൾ നബിയും ആയിഷ ബീവി ഇരിക്കുകയാണ്. അപ്പോൾ ആയിഷ ബീവിൻ്റെ കൈ പിടിച്ചു റസൂലുള്ളാഹി, മോളെ ഇന്നി ഉഹിബ്ബുഹാ, എനിക്ക് ആയിഷാനെ ഇഷ്ടമാണ് കേട്ടോ. അന്ന് മുതൽ ഞാൻ ആരെ പ്രേമിച്ചു? ആയിഷ ബീവി. കാരണം എൻ്റെ റസൂലുള്ളാഹി എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആയിഷയെ ഇഷ്ടമാണ് റളിയല്ലാഹു അൻഹ. അപ്പം നമ്മളെ വിഷമം, എൻ്റെ വിഷമതാണ്, എനിക്ക് പറഞ്ഞ വിഷമല്ല, ഇതാണ് വിഷമം. യുദ്ധത്തിന് അവർ പോയി തോന്നിയാസം കാട്ടി, അതൊക്കെ സർവ്വസാധാരണയാണ്. പക്ഷെ റസൂലുള്ളാഹിന്റെ ഒരു മനുഷ്യൻ എന്തിനാണ് വൈകുന്നേരം വീട്ടിൽ വരുന്നത്? പറയും, എന്തിനാണ് വീട്ടിൽ വരുന്നത്? ഒരു മനുഷ്യൻ എന്തിനാണ് വൈകുന്നേരം വീട്ടിൽ വരുന്നത്? മിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ. ഭാര്യൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു വല്ലാത്ത സമാധാനമാണ് അല്ലേ? അതിനല്ലേ റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമാധാനമാണ് ആര്? ആയിഷ ബീവി. നീതി ചെയ്യുകയും ചെയ്യും. അതേസമയത്ത് ആയിഷ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് റസൂലുള്ളാഹിനെ ആയിഷ ബീവിയെ പറ്റി തോന്നിയാസം പറയുന്നത് റസൂലുള്ളാഹിനെ ചെവിട്ട് കേൾക്കുക, മറുപടി റസൂലുള്ളാഹിക്ക് പറയാൻ പറ്റില്ല, വഹി ഇറങ്ങാണ്ട് മിണ്ടാൻ പറ്റില്ല. റസൂലുള്ളാഹിക്കറിയാം അതൊക്കെ തോന്നിയാസമാണ്. ആ വിഷമം എത്ര ഉണ്ടാവും? റസൂലുള്ളാഹിക്കറിയാം ആയിഷ ബീവി കുറ്റവിമുക്തയാണ്, ഈ പറഞ്ഞൊക്കെ നോണയാണ്. ആർക്കറിയും? പറയടാ, ആർക്കറിയും? റസൂലുള്ളാഹിക്ക് അറിയില്ല എന്ന് ഒരുത്തനുണ്ടെങ്കിൽ ഈ വാതിൽ വെച്ച് ഇറങ്ങി പോയിക്കോ. റസൂലുള്ളാഹിക്കറിയും, പക്ഷെ റസൂലുള്ളാഹിക്ക് പറയാൻ പറ്റൂല. ജഡ്ജിക്ക് അറിഞ്ഞാൽ തന്നെ വിധി അറിയാൻ പറ്റൂല, തെളിവ് കിട്ടണം. അള്ളാഹിന്റെ കലാം ഇറങ്ങുന്നത് വരെ നബി ഒന്നും മിണ്ടിയില്ല. പലരും പലതും പറഞ്ഞത് നബി കേട്ടു അറിഞ്ഞു. റസൂലുള്ളാഹിന്റെ വിഷമത്തറിയാം. നിരപരാധിയായ ആ ദിവസം റസൂലുള്ളാഹി മദീനയിലെ കുറ്റവിമുക്തയാണെന്ന് ആയത്തിറങ്ങിയ ദിവസം റസൂലുള്ളാഹി മദീനയിൽ പള്ളി കയറിയിട്ട് പറഞ്ഞ വയല് മദീന അങ്ങാടിയിൽ ആണുങ്ങൾ പോലും പിടിച്ചു. കാരണം നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി, ശബ്ദം ഉയർന്നു. എന്തെങ്കിലും ആലോചിക്കാൻ, അള്ളാന്റെ റസൂലിന്റെ കീഴിലുള്ള ഒരു പെണ്ണല്ലേ ഞാൻ? അള്ളാന്റെ റസൂലല്ലേ? അള്ളാന്റെ റസൂലിന്റെ കീഴിലുള്ള ഒരു പെണ്ണല്ലേ? അള്ളാന്റെ നിയമം തീരുമാനം ഇറങ്ങുന്നവരെ ഞാൻ മിണ്ടാതിരുന്നത് ശരിയാണ്, പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് ആലോചിച്ചില്ല? റസൂലിന്റെ വിഷമത്രയാണ്. മുനാഫിക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് മാപ്പ് കൊടുക്കരുത്. എനിക്ക് തോന്നുന്ന ഒരൊറ്റ വിഷയം അതാണ്. എനിക്കത് സഹിക്കാൻ കഴിയില്ല. റസൂലുള്ളാഹിയുടെ ഏറ്റവും വലിയ സന്തോഷമാണ് ഈ ആയിഷ ബീവിയെ പറ്റി തോന്നിയാസം പറഞ്ഞത് ആര് കേൾക്കുന്നു? അതിൻ്റെ വിഷം എത്രയാണ്? നമ്മളെ സന്തോഷം റസൂലുള്ളാഹിന്റെ സന്തോഷമാണ്. നമ്മളെ ജീവിതം ഫിദാ ആണ്. ആർക്ക്? നമുക്ക് ദണ്ഡം വെക്കുകയാണ് റസൂലുള്ളാഹിക്ക്. നമ്മൾ ദണ്ഡം വെക്കുകയാണ്. എല്ലാം റസൂലുള്ളാഹിക്കാണ്, എല്ലാം റസൂലുള്ളാഹിക്കാണ്. എന്തേ അങ്ങനെയല്ലേ? ക്ഷാമക്കാലത്ത് പോലും നമ്മളെ പുരയിൽ മര്യാദക്കൊരു ചോറ് തിന്നിരുന്നത് റബീഉൽ അവ്വൽ നേർച്ചക്കാണ്. എന്തേ അല്ലേ? ഏറ്റവും വലിയ ചെമ്പിൽ ഭക്ഷണം വെച്ചിരുന്ന റബീഉൽ അവ്വൽ അല്ലേ? അക്കാലത്ത് പെരുന്നാളിന് പോലും നമുക്ക് ഭക്ഷണം ഉണ്ടാവില്ല, എന്നുണ്ടാവും. റബീഉൽ അവ്വൽ നേർച്ചക്ക് ഉണ്ടാവും. എൻ്റെ പേരിൽ അങ്ങനെയാണ്. 10 ആളെ 100 ആളെ വിളിച്ചിട്ട് മൗലൂദ് ക്ഷാമകാലം അന്ന് എൻ്റെ പേരിൽ ഒരു കൊല്ലത്തിൻ്റെ പേര് മാത്രല്ലടാ. എന്തേ അങ്ങനെ തന്നെ ആയിരുന്നില്ല എല്ലാ പേരുകളും? മര്യാദക്കൊരു ഭക്ഷണം ഉണ്ടാക്കൽ, ജനങ്ങളെ വിളിച്ചു കൂട്ടിയൊരു ഭക്ഷണം കൊടുക്കൽ എന്നാണ് റബീഉൽ അവ്വൽ നേർച്ചക്ക്. എന്തേ? അവർക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടം ആരെയാണ്? ഹബീബ നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നമ്മൾ പുറകോട്ട് പോയി.
എന്താ പറയുക? നമ്മൾ പറയുമ്പോൾ ന്യായമാണ്, ഖുർആൻ ഹദീസല്ലേ നമ്മൾ. ഇത് പാഴൂരാണ്. ഈ പാഴൂരിൻ്റെ പരിസരത്ത് വെച്ച് 3 കൊല്ലം മുമ്പ് ഒരാൾ എനിക്കൊരു മെസ്സേജ് അയച്ചു, റബീഉൽ അവ്വൽ നിങ്ങൾ ഇയാൾക്ക് വേണ്ടി ഇങ്ങനെ പ്രസംഗിക്കേണ്ട ആവശ്യമുണ്ടോ? അള്ളാഹിൻ്റെ തീരുമാനം കിലാമ് ഇവിടെ എത്തിക്കാൻ വേണ്ടി വന്ന ഒരാളല്ലേ, ഇനി ആ ആൾ എവിടെ പോയി നോക്കേണ്ട ആവശ്യം നമുക്കെന്താ? ഈ പാഴൂരിൻ്റെ പരിസരത്ത് ഈ ഭാഗത്തൊരാൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ബ്ലോക്കാക്കി, പിന്നെ തുറന്നിട്ടില്ല. നമ്മൾ കാത്തിരിച്ചിട്ടെ. എന്താ നിങ്ങൾക്ക് മനസ്സിലായി? ഒരാൾ അറിയപ്പെട്ട ആളാണ്. ഈ പാഴൂരിൻ്റെ പരിസരത്ത് ഞാൻ പല വട്ടങ്ങളോട് ഇത് പറഞ്ഞിട്ടുണ്ട്. ഈ പാഴൂരിൻ്റെ പരിസരത്താണ് എനിക്ക് റബീഉൽ അവ്വൽ മെസ്സേജ് അയച്ച് നിങ്ങളിങ്ങനെ ഇതിൻ്റെ മൗലൂദ് നേർച്ച എന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ ഇതാക്കി നടക്കണം ഇതിന്. അപ്പോൾ ഞാൻ മെസ്സേജ് അല്ലാഹ് റസൂലല്ലേ, നമ്മളെ ബാപ്പാനോട് നമുക്ക് എത്ര ഇഷ്ടമുണ്ടാവും, ഫറസുള്ളാനോട് എത്ര ഇഷ്ടം ഉണ്ടാവും. പറഞ്ഞു ഖുർആൻ നമ്മളിൽ എത്തിക്കാൻ വേണ്ടി വന്ന ആളാണ്. ആള് പിന്നെ ജനിച്ചതെന്താ മരിച്ചതെന്താ നോക്കേണ്ട ആവശ്യം നമുക്കുണ്ട്. ഇവൻ കാഫറോ അല്ലെങ്കിൽ പിന്നെ ആരാ കാഫറാകുക? അലമ്പൻ കാഫർ അല്ലെങ്കിൽ ആരാ കാഫറാകുക? കൽബപ്പ കാഫറാവും. കാത്തിരിച്ചിട്ട് അവൻ്റെ കൽബ സെക്കൻഡ് കാഫറാവും. ആരും നിസ്സാരാക്കി അള്ളാന്റെ ഹബീബിനെ. ആളെവിടെ പോയി വന്നി നമുക്കെന്താ? ഒരു മുബത്തതി. അയാൾ ഒരു സോഷ്യൽ വർക്കർ ആയതുകൊണ്ട് ആണ് അയാൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഫോൺ ചെയ്യും, മെസ്സേജ് അയക്കും. ഫോണല്ല, മെസ്സേജ് അയക്കും. അപ്പോൾ ഞാനും ഇവരൊന്നും വലിയ യാവും പകലും വിദ്യാർത്ഥിന് വയറിയണമെന്നല്ല, സോഷ്യൽ വർക്കർമാരാണ്. അപ്പോൾ ഇവരൊക്കെ ഏകദേശമൊക്കെ നമ്മൾക്കും യോജിക്കാവുന്ന ആളുകളാണ് ഞാൻ വിചാരിച്ചു. പിന്നെയാണ് ഇയാൾക്ക് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ കൽബിൻ്റെ ഉള്ളിലുള്ള നിഷേധം എത്ര. എൻ്റെ നാട്ടിലൊരു കുമാരൻ എന്നൊരാളുണ്ട്. കുമാരന് എന്ത് ചെയ്യുന്നറിയാം? റബീഉൽ അവ്വൽ സാധുവായ മനുഷ്യനായിരുന്നു കുമാരൻ. സാധു എന്ന് പറഞ്ഞാൽ മെഷീൻ അടിച്ചിട്ട് മറ്റേ ഇതുണ്ടല്ലോ, എന്താ പറയുക, ടൈലറിങ് മെഷീനൊക്കെ അടിച്ച് അങ്ങനെ കഴിഞ്ഞുകൊണ്ട് പാവം 25 കൊല്ലം മുമ്പൊക്കെ അതേ പറയുന്നത്. ഞാൻ 25-35 എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ മദ്രസയിൽ പഠിച്ചിരുന്ന കാലത്ത് ഇവന് മദ്രസയുടെ പരിസരത്തൊരു ടൈലറിങ് കട ഉണ്ട്. സാധുവാണ്. റബീഉൽ അവ്വലായ ഈ മനുഷ്യൻ ചങ്ങാതി എന്ന് പറയാൻ പറ്റില്ല. ഒരു വയസ്സായ മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്, മനസ്സ് നല്ല മനുഷ്യനാണ്. ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നൊരു മിഠായും അതും ഇതും കൊണ്ട് നോക്കും. എന്തിന്? റബീഉൽ അവ്വൽ ജാഥക്ക് പോകുന്ന കുട്ടികളോട് മോൻ്റെ മനസ്സെത്ര നല്ലതാണ്, എൻ്റെ മനസ്സെത്ര ആശ. നീ നാളെ 10 കൊടുത്താൾ മുസ്ലിമിനെക്കാൾ ഹിന്ദുവിനെ ബഹുമാനിച്ചടാ. ഞാൻ എനിക്കെന്താ? എൻ്റെ വാപ്പാൻ്റെ ഓടുന്ന എനിക്ക് ചെലവ്, ഞാൻ ബഹുമാനിച്ചു, നിനക്കെന്താ? ഞാൻ ഇത്ര മുസ്ലിമിനേക്കാൾ കൂടുതൽ റസൂലുള്ളാഹിനെ ബഹുമാനിക്കുന്നു, ഹിന്ദുവിനെ ബഹുമാനിക്കും. നിനക്കെന്താണ്? എൻ്റെ ചെലവ്, എൻ്റെ റേഷൻ കാർഡ് വേറെ അല്ലേ, നിനക്കെന്താ? എൻ്റെ അവിടുന്ന് എൻ്റെ ചെലവ് പോവാണി നോക്കും. പണ്ടൊക്കെ ആണെങ്കിൽ ആളുകൾ വയലിന് വിളിച്ചില്ലെങ്കിൽ കുടുങ്ങുമല്ലോ എന്നുള്ള പേടിൻ്റെ. ഇപ്പോൾ വയലിൽ നിർത്തിയതുകൊണ്ട് ആ കൊടുക്കലുമില്ല. അല്ല, നിങ്ങളിത് ചിന്തിക്കണം. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ഈ കുമാരൻ്റെ മനസ്സെത്രയാണ്? അതൊരു മനസ്സല്ലേ, അത് ഇക്റാം ചെയ്തല്ലേ? ആരെ? സുൽത്താനെ. ആ മൗലിദിൻ്റെ കുട്ടികൾ ആ പഴയ കാലത്തെ ഓർമ്മയില്ലേ, വർണ്ണക്കടലാസിൻ്റെ കൊടിയും പിടിച്ച് സലാത്തും ചൊല്ലി ഇറങ്ങണോടുകൂടെ കുമാരൻ വന്നിട്ട് എന്ത് ചെയ്യും? എല്ലാവർക്കും മുട്ടായും കയ്യിലൊക്കെ കൊടുത്ത് പിന്നെ എന്താ പറയുക, ഈ ഘോഷയാത്രൻ്റെ പിന്നാലെ നടക്കുക. റബീഉൽ അവ്വൽ ഘോഷയാത്രയുടെ പിന്നാലെ നടക്കുന്ന എത്രയോ മുസ്ലിമീങ്ങളെ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടില്ലേ? ഇന്ത്യ നാട്ടിലുണ്ടായിട്ടുണ്ട്. റബീഉൽ അവ്വൽ ഘോഷയാത്രയുടെ പിന്നാലെ നടക്കുക. എന്തുകൊണ്ട്? ആര് പിന്നാലെ പോയി നടന്നത്? അല്ലാഹുവിൻ്റെ ഹബീബിനെ ബഹുമാനിച്ചവരെ പിന്നാലെ. അതൊരു ബഹുമാനല്ലേ? ബരാഖബത്ത് റബ്ബല്ലേ തീരുമാനിക്കുക? എനിക്കെന്തറിയും? സ്വർഗവും നരകമൊക്കെ വേറെ വർത്താനം, അതൊക്കെ റബ്ബറിയുന്ന കാര്യം. ഇത് ഇക്റാം ചെയ്യലല്ലേ? ആരെ പോയി ബഹുമാനിച്ചു? ഹബീബ നബിയെ. മനസ്സിലുണ്ട് പറഞ്ഞത്? മൗലിദിൻ്റെ നേർച്ച സംസാരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ നാട്ടിലെ കമ്മിറ്റിക്കാർ ആര് വന്നാലും ഞാൻ അവരോട് ആദ്യം പറയുന്ന കാര്യം, എല്ലാവർക്കും ചോറ് കൊടുക്കണം. എല്ലാവർക്കും ചോറ് കൊടുക്കണം. അല്ലെങ്കിൽ മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. കാരണം റസൂലുള്ളാഹി നമുക്ക് വേണ്ടി മാത്രം വന്നതല്ല. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ മുസ്ലിമീൻ എന്നല്ല, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. റസൂലുള്ളാഹിന് ചോറ് കൊടുക്കണം. അതിനെ കണ്ടു വെച്ചാണ്. അതിനനുസരിച്ച് നമുക്ക് പിരിവുണ്ടാക്കാം. എല്ലാം കൊടുക്കണം. നാട്ടിലെ സകലർക്കും കൊടുക്കണം. ബസ്സിന് പോകുന്നവർക്ക് മുഴുവൻ റബീഉൽ അവ്വൽ 12-ന് ബസ്സിന് പോകുന്നവർക്ക് മുഴുവൻ എന്ത് കൊടുക്കണം? പായസം കൊടുക്കണം. എന്തിനേ പായസം? ബസ്സിലവർക്കൊക്കെ കൊടുത്തു. എൻ്റെ ഒരു നിബന്ധനയാണ്. ഞാൻ എൻ്റെ നാട്ടുകാരോട് എന്നോട് ബന്ധപ്പെട്ടവരോട് എല്ലാവരും പറയുന്നുണ്ട്,
റബീഉൽ അവ്വൽ 12 രാവിലെ എന്ത് ചെയ്യുക? അങ്ങാടിയിലെ കവല ഇറങ്ങിക്കുക. നിങ്ങളെപ്പോലത്തെ കുട്ടന്മാരെ കയ്യിലൊക്കെ പൈസ ഉണ്ടാവില്ലേ? പായസം ഉണ്ടാക്കുക. എല്ലാവർക്കും ചിലപ്പോൾ ഒന്ന് ക്ലാസ് കൊടുത്താൽ മതി, പക്ഷെ കൊടുക്കുക. ആഗസ്റ്റ് 15 നമുക്ക് മാത്രമാണ് സ്വാതന്ത്ര്യമെങ്കിൽ റബീഉൽ അവ്വൽ 12 ലോകത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതാണ്. ആണോ അല്ലേ? പറയടോ. ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയത് ഇന്ത്യക്കാർക്ക് മാത്രമാണ്. റബീഉൽ അവ്വൽ 12 സ്വാതന്ത്ര്യം കിട്ടിയത് ലോകത്തിന് മൊത്തമല്ലേ? എല്ലാവർക്കും കൊടുക്കുക. എല്ലാവർക്കും ഇന്നത്തെ പായസം മുഹമ്മദിനെ പിടിച്ചു എല്ലാവരും കുടിക്കും. ആ മധുരം മതിയാവും ഒരു പക്ഷേ ഹിദായത്തിന്. അള്ളാന്റെ വെളിച്ചം എങ്ങനെ വരാൻ നിങ്ങൾ വിചാരിക്കണ്ട. അള്ളാഹുവിന്റെ വെളിച്ചം എങ്ങനെയാണ് നിങ്ങൾ അറിയേണ്ടത്? അള്ളാന്റെ വെളിച്ചം അത് അല്ലാഹുർക്കും കൊടുക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മുടെ വെളിച്ചം കെട്ടുപോകുന്നതിന് നമ്മൾ ഭയപ്പെട്ടോളി. ഇത് ജലീലാണ് മുഹമ്മദ് മുസ്തഫ. ഏറെ വളർമ്മ. എത്രയാണ് ആ വളർമ്മ പറഞ്ഞാൽ തീരുവില്ല. ബദരീങ്ങൾ ആകാശത്തെ മലക്കുകളെ ഏറ്റവും ബഹുമാനിക്കുന്ന മലക്കുകളായ ആരെയാണ്? ബദരീങ്ങളായ മലക്കുകളെ. എന്ത് കാരണം? അവർ റസൂലുള്ളാഹിനെ സഹായിക്കാൻ ഭൂമിയിൽ ഇറങ്ങിയല്ലാണ്. മനസ്സിലായില്ല? ഹബീബ നബിയോട് സീദന ജിബ്രീൽ വന്ന് ചോദിക്കാണ്, ബദരീങ്ങൾ നിങ്ങളിൽ ഇടയിൽ എങ്ങനെയാണ് നബിയെ? ഞങ്ങളുടെ ഇടയിൽ ഏറ്റവും ആദരിക്കപ്പെടുന്നവരാണ്. അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാം എന്ത് പറഞ്ഞു? വകദാലിക്കൽ മലായിക. മലക്കുകളും അങ്ങനെയാണ്. മലക്കുകളുടെ കൂട്ടത്തിലെ ബദറിൽ പങ്കെടുത്ത മലക്കുകളെയാണ് ഞങ്ങളുടെ ലോകത്തെ ഏറ്റവും ആദരിക്കപ്പെട്ടവർ. അവര് ഹബീബ റസൂലുള്ളാഹിനെ സഹായിക്കാൻ വേണ്ടി അവര് ഭൂമിയിലിറങ്ങി. എന്തെന്ന് വിചാരിച്ച് ഒരു നബിയെ സഹായിക്കാനും മലക്കുകൾ ഭൂമിയിൽ ഇറങ്ങിയിട്ടില്ല. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമാ. ഹബീബുൻ നജ്ജാറിനെ കൊന്നപ്പോൾ ഹബീബുൻ നജ്ജാറിനെ കൊന്ന ജനതയെ തകർക്കാൻ അള്ളാഹു ആകാശത്ത് നിന്ന് ഒരു പട്ടാളക്കൂട്ടത്തെ ഇറക്കിയില്ല. വമാ കുന്നാ മുൻസിലീൻ. ഭൂമിയിലുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടി പട്ടാളക്കൂട്ടത്തെ ഇറക്കുന്നത് നമ്മുടെ രീതിയുമല്ല. ഇൻകാനത്ത് ഇല്ലാ സ്വയഹതൻ വാഹിദ. ഒരട്ടഹാസമുണ്ടായപ്പോഴത്തിന് ഫൈദഹും ഖമിദൂൻ. അവർ കെട്ടടങ്ങിയ വെണ്ണീർ പോലെയായി. പിന്നെന്തിനെ ഇവിടെ ഇറക്കി? എന്ത്? റസൂലുള്ളാഹിനെ എതിർക്കാൻ വന്ന ആളുകളെയൊക്കെ ഒരു അട്ടഹാസം കൊണ്ട് തകർക്കാൻ അല്ലാഹു തആല കഴിയില്ല. അതൊക്കെ കഴിയില്ല. ഭയങ്കര കൂട്ടരെയും. അപ്പം പിന്നെ പറഞ്ഞയച്ചു. അങ്ങനെയാണോ? തീരുമാനിക്കും. അല്ല, നിങ്ങൾ ഇവിടെ എൻ്റെ സ്ഥലത്തുണ്ടോ? നിങ്ങളിവിടെ സ്ഥലത്തുണ്ടോ? നിങ്ങൾക്ക് ഈ പറഞ്ഞ മനസ്സിലായോ? എന്ത്? പഴയ കാലത്തൊക്കെ നബിമാരുടെ ശത്രുക്കളൊക്കെ നിസ്സാരന്മാരാണ്. അവർക്കൊരു അട്ടഹാസം കിട്ടിയാൽ തന്നെ അവർ ചത്തു. ഇത് മുസ്തഫ നബിൻ്റെ കാലത്തായപ്പോഴത്തേന് എന്തായി? ഭയങ്കര സ്ട്രോങ് ആയി. ഭയങ്കരം എന്താണ് പറയുക? ഭയങ്കരം സ്പൈഡർമാൻമാരൊക്കെയാണ്. അബൂജഹലൊക്കെ. അപ്പം പിന്നെ എന്തായി? അട്ടഹാസം കൊണ്ടൊന്നും ഉറച്ചു വിട്ടിക്ക് കയറൂല. അപ്പം പിന്നെ മലക്കുകൾ തന്നെ വാളും കൊണ്ട് അല്ലാഹു തആല. ഇതതിൻ്റെ അർത്ഥം. അതൊരു മലക്കുകൾ വരേണ്ട ഒരു ആവശ്യമില്ല. അവിടെ ഇല്ല. മലക്കുകൾ വരേണ്ട ആവശ്യം എന്ത്? അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെയും പടത്തും കൈകൊണ്ട് കൊടുത്താൽ പോലെ. പിന്നെന്ത്? അതൊരു ഇക്റാമാണ്. എൻ്റെ പുതിയാപ്പണ്ണ ആരെങ്കിലും കൊല്ലുമെന്ന് പേടിച്ചിട്ടാണോ 100 ആളൊപ്പം പോണ്? അന്തം വിട്ടോരെ. പുതിയാപ്പണ്ണൻ്റെ ഒപ്പം പുതിയണ്ണിൻ്റെ പരീക്ക് എന്ത് ചെയ്യും? എത്ര ആൾ വന്നാൽ അത്രയും മാത്രം. എന്തേ? പുതിയാപ്പണ്ണ ഇറങ്ങിയ സമയമായതുകൊണ്ട് തീവ്രവാദികൾ വനെ കൊല്ലാൻ സാധ്യതയുണ്ട്. അതാണോ? പറ. പൊരുത്തൻ്റെ പിന്നിലെ ആളില്ല. പുതിയാപ്പള വന്നവർ 2 ആള്. അപ്പം ആള് പറഞ്ഞു, 2 ഘട്ട അവൻ്റെ പെണ്ണുങ്ങൾ അവൻ്റെ പേരിലുണ്ട്. ഇത് വേറെ കിട്ടിയതാ. അപ്പോൾ ഒരു 2 ആളാണ്. പുറത്ത് പറയണ്ട. മനസ്സിലായില്ല? ഇത് നാട്ടിലൊന്നും ആരും അറിയാതെ കെട്ടണതാണ്. അപ്പം പിന്നെ എന്തിൻ്റെ 2 ആള് പ്രശ്നമില്ല. അതുകൂടെ ഒരു ഒരു പുതിയാപ്പളൻ്റെ മാത്രം. ആ പുതിയാപ്പളൻ്റെ കൂടെ 2 ബസ്സാള് 3 ബസ്സാള്. ഭയങ്കര കൂട്ടരാണ്. ഭയങ്കര പുതിയാപ്പള. നാട്ടിലൊക്കെ ഭയങ്കര ആളുകളാണ്. അല്ലെങ്കിൽ ആളെ കിട്ടൂലല്ലോ. ചങ്ങായിമാരുണ്ടായാലല്ലേ. എന്താ? അത് ഇക്രാമാണത്. ഒരു ഇക്രാമാണ്. ഈ പുതിയാപ്പള പിന്നെ പുതിയാപ്പളയും പയാപ്പളയും ആയിട്ട് മരിക്കാനാണ് കാലത്തും എൻ്റെ പെണ്ണിൻ്റെ മൂത്താപ്പ വരിക. നിങ്ങൾ പുതിയാപ്പളെ, നിങ്ങളാ പുതിയാപ്പള വരവാണ് ഇപ്പോഴും എൻ്റെ മനസ്സിന്നാണ് പോകാത്ത. അങ്ങനത്തെ ഒരു പുതിയാപ്പള ഇവിടെ ഈ നാട്ടിൽ ഇക്കാലം വരെ വന്നിട്ടില്ല. അതേതായാലും സമ്മതിച്ചു. പിന്നെ കുറെ തോന്നിയാസങ്ങൾ കാട്ടി കൂട്ടിയെങ്കിലും അതിനാക്കളില്ല. സാറൻ അങ്ങനെയല്ലേ പറയാ?
അതൊരു ഇക്റാമാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹു തആലക്ക് എന്ത് കണത്തില്ല സുഹാത്തൻ വാഹിദ ഒരു അട്ടഹാസം കൊണ്ട് ബലിയും തകർക്കുക. പക്ഷേ ചെയ്തില്ല. എന്ത് ചെയ്ത്? അത് ആരാണ് ഈ വന്നത്? റസൂലുള്ളാഹിന്റെ സഹായികളായ പാവപ്പെട്ട ബദരീങ്ങൾ. അപ്പം അവരെ ബഹുമാനിക്കൽ ആരും ഉത്തരവാദിത്തമാണ് അള്ളാഹ്. അപ്പം മലക്കളെ പറഞ്ഞയച്ചു. സയ്യിദുനാ ജിബ്രീൽ. എന്തിന് ജിബ്രീൽ? എന്നാ പിന്നെ ജിബ്രീൽ അലൈഹി സ്വലാം ഒറ്റ വന്നാൽ പോരെ? സദൂമികളാകുന്ന ഒരു മഹാലോകത്തെ ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റ കറക്കി ഡും കുത്തിയപ്പഴത്തിന് ഡെഡ്സിയായി. ഇന്നും ഡെഡ്സിയായി. ആ ജിബ്രീലാണ് ഒപ്പം വന്നത്. ജിബ്രീലിനൊന്ന് അറിയാൻ മാത്രം പറ്റില്ല. എന്നിട്ടാണ് എന്ത് 5000 മലക്കൾ പറഞ്ഞേച്ചു. നിങ്ങൾ എന്തൊരാലേക്കാട്ട് മനസ്സിലായില്ല? 4000 കൊല്ലം മുമ്പ് സദൂമികളെ കൊല്ലാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞേച്ച ആരെ മാത്രം? ഒരു സയ്യിദുനാ ജിബ്രീൽ. ആ 4 പട്ടണങ്ങളിൽ ആ സദൂമികൾ പാർത്തിരുന്നു. ഈ തമ്മാടികൾ. അല്ലാഹു ആ തമ്മാടിത്തരെ തന്നെ തൊട്ട് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ആണുങ്ങളെ കൊണ്ട് വികാരം തീർക്കുന്ന കൗമിനെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ആ തോന്നിയാസത്തിനെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ആ തോന്നിയാസത്തിനെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തു, അത്തരം ചിന്തകൾ, അത്തരം ബോധം, അത്തരം വികാരം എന്നെ തൊട്ടൊക്കെ അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നഊദു ബില്ലാഹ്. ആ ജനതയെ തകർക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 4 പട്ടണങ്ങളിൽ അവർ വസിച്ചിരുന്നത്. സദൂം, അമൂർ, അപ്പോൾ 4 പട്ടണം. ആ പട്ടണത്തിനെ തൻ്റെ ചിറകിൻ്റെ തുമ്പിൽ പൊക്കി തടിച്ചു. ആയിരിക്കും സയ്യിദുനാ ജിബ്രീലിനെ 600 ചിറകിൽ എന്തുമെടുത്തു? ഒരു ചിറകുമ്പോൾ എടുക്കാൻ മാത്രമേ 4 പട്ടണങ്ങളുള്ളൂ. ഇത് 4 പട്ടണമൊന്നുമില്ല. ഇതാകെ 1000 ആളുള്ളൂ. ഓരോന്നും ഊതാൻ മാത്രമല്ല അവർക്ക്. എന്നിട്ടാണ് 5000 മലക്കൾ പറഞ്ഞാച്ച്. എന്ത് പറയാതെന്ത്? ഇക്റാമൽ റസൂലില്ല. ഇവിടെ യുദ്ധക്കളത്തിലെത്തിയത് ആരാണ്? ജലീലാണ്, മുസ്തഫാ നബിയാണ്. മുസ്തഫാ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് അള്ളാഹിൻ്റെ ഒരു ധർമ്മമാണ്, അള്ളാഹിൻ്റെ ഉത്തരവാദിത്തമാണ്. അതൊക്കെ തഅ്ലീം റസൂലില്ല. റസൂലുള്ളാഹിനെ ബഹുമാനിക്കണം. അല്ലാതെ അള്ളാഹ്ക്ക് അതൊക്കെ എൻ്റെ വിഷയമുള്ളത്, റസൂലുള്ളാഹിൻ്റെ വിഷയമുള്ളത്. റസൂലുള്ള ഒരു നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എന്ത് ശത്രു? ഇതൊക്കെ ഇക്റാം ചെയ്യാണ്. ആരെ പറയേ? ഇക്റാം ചെയ്യാണ്. ആരെ? ആ തൊട്ടടുത്ത പൊരേന്നാണ് പെണ്ണിവിടെ അയൽവാസി പെണ്ണിനെ പ്രേമിച്ചു. ഒരു കുടുംബക്കാർ കുടുങ്ങി കെട്ടിച്ചു കൊടുക്കുകയാണെങ്കിലും അന്ന് രാവിലെ പന്തൽ കുഴിച്ചിടാൻ വേണ്ടി കാലില്ലാതായപ്പോൾ കൊട്ടും കൈക്കൊട്ടും തന്നെ അപ്പരിന്ന് പോയാണ്ട് തലേന്ന് വൈകുന്നേരം കൊണ്ടുവന്നാണ് ഇപ്പരിൽ എന്ത് പന്തലുണ്ടാക്കിയത്. പിറ്റേന്ന് രാവിലെ 12 മണിക്ക് ലോറി നിസ്കരിച്ചിട്ട് പുതിയാപ്പിള ഇറങ്ങുമ്പോൾ ആ കൊട്ടുണ്ടാക്കാൻ പോയ കൊലത്തിലാവും പോവില്ല. ഇനി അവന് പുതിയ മനസ്സിലായില്ല. കോലത്തിലൊക്കെ വലിയ കോട്ടൊക്കെ ഇട്ട് ഒരു 100 ആൾ പിന്നാലെ അങ്ങനെ പോകും. ഇന്നലെ മനസ്സിലായില്ല. ഇത് ഇക്റാമിൽ പോകണം. ഇതും പഴയ ആളല്ല, പുതിയ ആളാണ്. ഇന്ന് അവിടുന്ന് കൊട്ടും കൈക്കോട്ടും കൊണ്ടുവരാനുമില്ല. ഇന്നലെ കൊട്ടും കൈക്കോട്ടും കുറച്ച് കൊണ്ടുവരാനുള്ള സമയത്ത് ആരും മുന്നപ്പം പോയിട്ടുമില്ല. അവിടുത്തെ പെണ്ണിനെ കിട്ടണോ? നിന്റെ കൂടെ ഉണ്ടാ? ഇത് ഇക്റാമാണിടൂ. ചിലപ്പോൾ ഈ പുതിയാപ്പളിനൊപ്പം പോകുന്ന 100 ആളെ കൂട്ടത്തിൽ ചിലർ കണ്ടിട്ട് പറയും, ഇതിനൊക്കെ നമ്മൾ വെറുതെ കുതിരയാകാണ്, ഇവനെന്നും അവിടെ തന്നെയാണ്. അതെ, അങ്ങനെ പറയാ. ഇതൊരു ഇക്റാമാണ്. ബദരീങ്ങളിൽ ഇറങ്ങിയ, ബദർ യുദ്ധത്തിൽ ഇറങ്ങിയ മലക്കളെ അത്ര അത് ഇക്റാമല്ലേ റസൂലില്ല. അല്ലാതെ റസൂലുള്ളാഹിക്ക് എന്ത് ഒരൊട്ടകത്തിൻ്റെ താടിയെല്ലുകൊണ്ട് 1000 കൊല്ലം 1000 മാസം യുദ്ധം ചെയ്ത മനുഷ്യൻ്റെ കഥ പറഞ്ഞ മുഹമ്മദ് മുസ്തഫയല്ലേ? ആശമൂനേക്കാളും മഹാന്മാരല്ലേ ആ സ്വഹാബികളും? ലോകം കണ്ട മഹാനല്ലേ ഹബീബ നബിയും? എന്തിനാ മലക്ക് ഇറങ്ങേണ്ട ആവശ്യം? അത് ഇക്റാമാണ്. ആരെ? സുൽത്താനെ, സീന സുൽത്താനെ. എന്തുകൊണ്ട്? ജലീലുൻ. റസൂലുള്ളാഹിയാണ്, ജലീലാണ്, അത്രയും വളർന്ന ആളാണ്. അതന്നെ റസൂലുള്ള അല്ലാത്തൊന്നും ഇവിടെ ഇല്ല. റസൂലിൻ്റെ ദിക്റല്ലാതെ ഒന്നുമില്ല. സുൽത്താനെ മഹത്വപ്പെടുത്തലല്ലാതെ ഒന്നുമില്ല. ഒക്കെ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനിപ്പിക്കുകയാണ്. വളരെ ചിന്തിക്കണം. അല്ലാഹു അഖൽ തന്നവർക്കല്ലാതെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയില്ല. എൻ്റെ നിസ്കാരത്തെക്കാൾ എനിക്ക് വിശ്വാസം എൻ്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സൂഫി ഭാഷ എനിക്ക് ഇതുകൊണ്ട് വിശ്വാസം, ഇതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടേക്കാം. റസൂലിനെ പറ്റി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില നാട്ടിൽ നിന്നൊക്കെ ആളുകൾ കാണുമ്പോൾ പറയും, നിങ്ങൾ സ്ഥിരമായത് ഫോളോ ചെയ്യുന്നുണ്ട്. അള്ളാഹു റസൂലിൻ്റെ മുസ്തഫ റസൂലുള്ളാഹിൻ്റെ ആ നബിയുടെ മദഹങ്ങൾ പറഞ്ഞ് ഞങ്ങൾ കേൾക്കാറുണ്ട് ഉസ്താദേ എന്ന് എത്രയോ നാട്ടിൽ നിന്ന് ആളുകൾ പറയാറുണ്ട്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ മഹത്വമാണ്. അതേ പ്രതീക്ഷയുള്ളൂ. നിസ്കാരം എനിക്ക് പ്രതീക്ഷയില്ല. എന്തുകൊണ്ട്? അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ നിസ്കരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അള്ളാഹു പറഞ്ഞ പോലത്തെ നോമ്പെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഉറപ്പില്ല. അള്ളാഹു അറിയില്ല. അതൊന്നും കഴിയൂല. ഇത് കഴിയും. ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു വെച്ചു. ആർക്ക് വേണ്ടി? മുസ്തഫ നബിക്ക് വേണ്ടി, മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് വേണ്ടി, അള്ളാഹിൻ്റെ ഹബീബിന് വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം.
അള്ളാഹുവിൻ്റെ ഹബീബ് പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഅത് ഇംറഅത്തുൻ ഫഅറദത് ഇലാ റസൂലില്ലാഹ് ഹൽ ലക ഇലയ്യ ഹജ യാ റസൂലല്ലാഹ്. നബി, എനിക്ക് വിവാഹപ്രായം എത്തിയിട്ടുണ്ട്, എനിക്ക് ഒരു പുതിയ ആപ്പിള വേണം, എനിക്ക് നിങ്ങളെന്നെ കല്യാണം കഴിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേറെ പുതിയ ആപ്പിളെ ഞാൻ തേടുള്ളൂ. ഫഅറദത് നഫ്സഹ ഇലാ റസൂലില്ലാഹ്. റസൂൽ ഒന്നും മിണ്ടിയില്ല. ഫദഹബത്, പിന്നോട് തിരിച്ചു പോയി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ആ ചെറുപ്പക്കാരി പെണ്ണ് വന്ന റസൂലുള്ളാഹിന്റെ അടുത്ത് ഹദീസ് ശരീഫിലുണ്ട്. ആ പെണ്ണിന് ഇഷ്ടം, ആ പെണ്ണിന് ആര് കല്യാണം കഴിക്കലാണ്? നബി. അത് പഠിച്ചാലേ ആയിഷ ബീവി നിങ്ങൾക്ക് മനസ്സിലാക്കുള്ളൂ. ഈ ലോകത്തെ മുഴുവനും പെണ്ണുങ്ങളെ റസൂലുള്ളാഹി കല്യാണം കഴിച്ചാലും എനിക്കൊരു വിരോധമല്ല. എന്തുകൊണ്ട്? അത് റസൂലുള്ളാഹിക്ക് കൊടുക്കും, അത് റസൂലുള്ളാഹിക്ക് ചെയ്തു കൊടുക്കുന്നില്ലേ, ഒന്നര പോലും ആയിട്ടില്ല. മനസ്സിലായില്ലേ? ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ജീവിതം അങ്ങനെയാണ്. നമുക്കൊരു പെണ്ണിനെ കിട്ടിയില്ല, ഒക്കെ റസൂലുള്ളാഹി കല്യാണം കഴിച്ചു, നമുക്ക് എന്താ വിഷയം? മനസ്സിലായില്ല? എന്തുകൊണ്ട്? അത്രയും വലിയ ആളാണ് ആര്? ഹബീബ്. ഈ ലോകത്തെ എല്ലാം ആർക്ക് വേണ്ടി പഠിച്ചതാണ്? ഹബീബ നബിക്ക് വേണ്ടി പഠിച്ചതാണ്. അത് തിരിയണം, അത് തിരിയണം. ബദർ യുദ്ധത്തിൻ്റെ തലേ ദിവസം എന്തെങ്കിലും കൊണ്ടുവരണമെന്ന് സഹാബികളോട് പറഞ്ഞപ്പോൾ സഹാബികൾ നബിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി. നബിയെ ഖുദ് യാ റസൂലല്ലാഹ്, നിങ്ങൾ എടുക്കി നബിയെ, നിങ്ങൾ എടുക്കുന്നതിലാണ് എനിക്കിഷ്ടം, നിങ്ങൾ ഉപേക്ഷിക്കുന്നതിലല്ല ഞങ്ങൾക്കിഷ്ടം. മനസ്സിലായില്ല? നിങ്ങൾ ഇവിടുന്ന് എന്തുകൊണ്ട് അതാ ഇഷ്ടം, ഞങ്ങൾ കൊണ്ടുവന്നാൽ അത് ആവശ്യമില്ലാത്തതായാലോ, നിങ്ങൾ എടുത്തുകൊണ്ടുപോയി നബിയെ, നിങ്ങൾ എന്തുകൊണ്ടായാലും അതാ എനിക്ക് ഇഷ്ടം. കഅബ് ബിൻ മാലിക്കിനോട് ഹബീബ റസൂലുള്ളാഹി പറഞ്ഞു, ഇനി മുതൽ ഭാര്യയോട് കൂടെ കിടന്നുറങ്ങരുത്, ഭാര്യയെ പൊരേ പറഞ്ഞേക്ക്. ഒരു പ്രതിസന്ധി ഘട്ടമുണ്ടായി, അറിയില്ലേ ഞങ്ങൾക്ക്? ഞാൻ വിശദീകരിച്ച് തബൂക്ക് യുദ്ധമാണ് സമയം. അപ്പോൾ ഒരു ദൂതം വന്നു, ഭാര്യയുടെ വീട്ടിലേക്ക് അയക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ഇനി ഭാര്യയുടെ കൂടെ പൊറുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കഅബ് ബിൻ മാലിക് ചോദിക്കുകയാണ്, അമറനി റസൂലുള്ളാഹി ഞാൻ തൊലാക്കല്ലാണെന്ന് കൽപ്പന ഉണ്ടോ അതിൻ്റെ ഉള്ളിൽ? തൊലാക്കല്ലാണെന്ന് ഇപ്പം പറഞ്ഞിട്ടില്ല. എൻ്റെ പെണ്ണുങ്ങളെ തൊലാക്കല്ലാണെന്ന് നബി കൽപ്പിച്ചില്ലല്ലോ. അൽഹംദുലില്ലാ. ലോ അമറനി ലതൊല്ലഖ്തുഹ, എന്നോട് കൽപ്പിച്ച അപ്പം തൊലാക്കല്ലോ. ഈ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമായ സ്വന്തം സഹധർമ്മിണിയെ, കരളിൻ്റെ കഷ്ണായ പെണ്ണുങ്ങളെ പറ്റിയാണ് പറയണത്. എന്ത് ഓൾ തൊലാക്കല്ലെന്ന് നബി പറഞ്ഞ ഞാൻ എന്താ റസൂലുള്ളാഹി അതാണ് പറയാ, അപ്പ ചെയ്യും. അൽഹംദുലില്ലാ. ഇപ്പൊ തൽക്കാലം ഓളൊപ്പം കടത്തുറങ്ങാൻ പാടില്ല എന്നല്ലേ? അൽഹംദുലില്ലാ, എനിക്ക് വിഷയമല്ല. ലോ അമറനി റസൂലുള്ളാഹി അൻ ഉതല്ലിഖ സൗജതി ലതല്ലഖ്തുഹാ. എന്താ അതിൻ്റെ ഉള്ളിൽ? നഫ്സി ഫിദാ അലി റസൂലില്ലാഹ്. എൻ്റെ നഫ്സ് അവിടുത്തേക്കാണ്, ആ കാലിൻ്റെ ചുവട്ടിൽ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. അതില്ലെങ്കിൽ മുഅ്മിനാവിലോട് സ്വന്തം ശരീരം ആത്മാവ് റസൂലുള്ളാഹിക്ക് ദണ്ഡമാകാത്തൊരു മനുഷ്യൻ മുഅ്മിനാവില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അത്തരി പറയേണ്ടുള്ളൂ, കൂടുതൽ വർത്തമാനം പറയേണ്ടതില്ല. അതാണ് ജലീലായ മുഹമ്മദ് മുസ്തഫ. ആമിന ബീവിയും അബ്ദുള്ള എന്നിവരൊന്നും കിടക്കാത്തൊരു സ്വർഗത്തെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അബ്ദുൽ മുത്തലിബ് കിടക്കാത്തൊരു സ്വർഗത്തെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. മരിക്കുന്ന നേരത്തെ കൈയെടുത്ത് കൊടുക്കുകയാണ് ആർക്ക്? ഈ കുട്ടിയെ പോറ്റി പോറ്റി കൊണ്ടുവന്നിട്ട് അവസാനം അബ്ദുൽ മുത്തലിബ് മരിക്കാൻ കിടക്കുക. അപ്പോൾ ആരെ വിളിച്ചു? സൂള കൂടെ ഉണ്ട്. സൂള വളർത്തുമോനാണ്, മോൻ്റെ മോനാണെങ്കിൽ വളർത്തുമോനാണ്. ആര്? മോൻ്റെ മോനും വളർത്തുമോനുമാണ്. ആർക്ക്? അബ്ദുൽ മുത്തലിബിന്റെ കൂടെയാണ് സദാസമയം എന്നവരുടെ കൂടെയാണ് ആര്? അബ്ദുൽ മുത്തലിബ് എന്നവരുടെ കൂടെയാണ് സദാസമയം ആര്? സൂള കുട്ടിയല്ലേ, ബാലനായ കുട്ടിയല്ലേ. പിന്നെ മരിക്കാൻ കിടക്കുക. മരിക്കാനാവുമ്പോൾ ആരെ വിളിച്ചു? അപ്പോൾ അങ്ങനെ പറയേ, ഇതൊക്കെ എങ്ങനെ മറക്കണേ? അതാ ഞങ്ങളോട് ചോദിക്കണത്. ഇതൊക്കെ മറക്കാൻ പാടില്ല, റൂഹിൽ കയറ്റേണ്ടതൊക്കെ. ആരെ വിളിച്ചു? അബൂ താലിബ് എന്നവരെ വിളിച്ചു. അബൂ താലിബിനെ കൈ നീട്ടാൻ പറഞ്ഞു, കൈ നീട്ടി ഈ കൈ വെച്ചു കൊടുത്തു. സ്വന്തം മക്കളെക്കാൾ പോറ്റും ചെയ്തു. ആ വീട്ടിൽ തുറച്ച രാത്രികളിൽ മര്യാദക്കൊരു പുതപ്പുണ്ടായിരുന്നത് ഈ കുട്ടിയെ പോപ്പിക്കും. അതാണ് ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ട് പിന്നെ എന്തിനടന്നാവ്? ആരെ ഭാര്യ? അബൂ താലിബിൻ്റെ ഭാര്യ. ഒരു ഭക്ഷണം ഉണ്ടാക്കിയ റസൂലുള്ള വീട്ടിലില്ലെങ്കിൽ ഭക്ഷണം പാത്രം തുറക്കൂല. എൻ്റെ കുട്ടി പുറത്തു പോയതാണ്. പിന്നെ ഉമ്മ മരിക്കുകയാണ്. ആ മരിക്കുമ്പോൾ ഖബറിൽ ഇറങ്ങിക്കിടന്നു ആര്? ഹബീബ റസൂലുള്ളാഹി. അല്ലാഹുമ്മ ഫല്ലി പഠിച്ചവൻ്റെ ഉമ്മക്ക് പുറത്തു കൊടുക്കുക. ഖബറിൽ ഇറങ്ങിക്കിടന്ന് റസൂലുള്ളാഹി. എന്തിനാ കിടന്നത്? റസൂലുള്ളാഹിന്റെ ശരീരം തട്ടിയ മാത്തം ആർക്ക് കിട്ടണം? ആ ഖബറിന്റെ മാത്തൻ്റെ ഉമ്മക്ക്. ഏതാണ് ഈ ഉമ്മ? അബൂ താലിബിന്റെ ഭാര്യ. കയ്യാണ് വെച്ചു കൊടുത്തതാ. എന്നിട്ട് ആ അബ്ദുൽ മുത്തലിബ് ഒക്കെ നരകത്തിന് പോയി പാണി വെക്കണം. നിങ്ങളെന്താ വിചാരിച്ച്? നിങ്ങളൊക്കെ ഉണ്ടാക്കിയ നരകം അതാണ്. ഏറ്റെടുത്തിട്ട് കണ്ണടച്ചത് ആര്? അബൂ താലിബ് കണ്ണടക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ കൈയെടുത്ത് ആരെ കൈ കൊടുത്ത്?
അബ്ദുൽ മുത്തലിബ് മരിക്കണേ. അബ്ദുൽ മുത്തലിബ് മരിക്കുന്ന നേരം റസൂലുള്ളാഹിന്റെ കൈയെടുത്ത് ആരെ കൈ കൊടുത്ത്? അബൂ താലിബിന്റെ കയ്യിലോട്ട് കൊടുത്ത്. എന്നിട്ട് മരിച്ച്. അപ്പൊ ജീവിതത്തിൽ അബ്ദുൽ മുത്തലിബ് എന്ന മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? എന്റെ കുട്ടിക്കൊന്നും പറ്റാൻ പാടില്ല. ഈ കുട്ടിക്ക് വലിയൊരു സംഭവം ഉണ്ട് എന്ന് നേരത്തെ തന്നെ ആർക്കറിയും? അബ്ദുൽ മുത്തലിബിന് അറിയും. മഴക്ക ഒടുങ്ങിയാൽ അബ്ദുൽ മുത്തലിബ് കഅബാലയത്തിൽ നിന്ന് കൊണ്ടുപോയിട്ട് ഈ കുട്ടിനെ മലർത്തി പിടിച്ച് കരഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മഴ ചെയ്തിട്ടുണ്ട്. അബ്ദുൽ മുത്തലിബ് അറിയാതെ വലിയ കുട്ടിയാണ്. മലമുകളിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞിട്ടില്ലേ? ആ കുട്ടിനെയും കുട്ടി മലമുകളിൽ കയറിയപ്പോഴത്തേന് എന്തായി? സാധനത്തിൽ പോയി മക്കാം മുഴുവൻ വെള്ളം കൊണ്ടാണ് അറിഞ്ഞ്. അത് കുട്ടിയാണ്. ഇന്നത്തെ വഹാബിക്കില്ലാത്ത വിവരവും അന്തവും ആർക്കുണ്ട്? അബ്ദുൽ മുത്തലിബ് ഉണ്ടടാ, അബൂ താലിബ് ഉണ്ടടാ. ഇതൊക്കെ എഴുതിയപ്പുറം വായിക്കണം. എഴുതിയത് വായിക്കുന്നത് ബ്രിട്ടീഷുകാരും ഇംഗ്ലീഷുകാരുമാണ്. ഓല വിദ്യാഭ്യാസം കൊണ്ട് നടക്കരുത്. നമ്മൾ സുന്നികളാണ്. ബോധം ഉണ്ടാകണം. ഇത് ശാസ്ത്രമല്ല, ഇത് ദീനാണ്. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ ഇക്റാം ചെയ്യലാണ് ദീന്. അള്ളാഹിൻ്റെ ഹബീബിനെ ഇക്റാം ചെയ്യുക. കൊമ്പ് വെച്ചപ്പോൾ കുറച്ച് ചോര പുറത്തു വന്നു. കൊമ്പ് വെച്ച ചോര വരുമല്ലോ, നിനക്കറിയില്ലേ? കൊമ്പൊക്കെ അറിയില്ലേ? ചോര പുറത്തു വന്നു. ആ ചോര സ്വാബിയുടെ കൈ കൊണ്ട് സ്വാബി അതാണ് കുടിച്ചു. ആ സ്വാബി അത് കുടിച്ചു, ചോര കുടിച്ചു. ആരുടെ കോഴ? കൊമ്പ് വെച്ചാലുണ്ടാവുന്ന ചോര എന്ന് പറഞ്ഞാൽ ഒഴിവാക്കേണ്ട ചോരയാണ്. ഈ ചോര ആര് കുടിച്ച്? സ്വാബി കുടിച്ചു. ചോരൻ്റെ മസിൽ എന്താ? നജസ്. ചോര നജസല്ലേ? അങ്ങനത്തെ സ്വാബില്ലാത്ത നന്നായി. അല്ലെങ്കിൽ കേരളത്തിന് വയറിൽ കയറി. കാരണം നജസ് കുടിച്ചു. ഇസ്ലാമെന്ന് പുറത്താക്കണം. ഓരോ ദിവസം ഓരോ സംഘടനൻ്റെയും 10 പേരും. ഏറ്റവും നല്ല സുന്നികളാണെങ്കിൽ ഇത് പറയാൻ കുടിച്ച് തെറ്റായി പോയി. പക്ഷെ ഇനിയിപ്പോൾ സാഹിബിയല്ലേ, പോട്ടെ, നമുക്ക് സാരമില്ല. എന്താ ഇപ്പം ഈ ജാതി ആളുകളൊക്കെ ഉണ്ടായാൽ നമ്മൾ ചെയ്യുക. എൻ്റെ ഒരു പ്രഭാഷണം കേട്ടതിന് ശേഷം ഇപ്പം ഈ കഴിഞ്ഞ ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഒരാളിനോട് പറഞ്ഞു, എൻ്റെ നാട്ടിൽ പീഡിയക്കൊലമ കുത്തുന്ന ഒരാൾ പറയുന്നുണ്ട്, ഈ ജാതി ചൂടൊക്കെ കൂടുന്നത് ഈ ജാതി മൂല്യമാരൊക്കെ ഉള്ളത് കൊണ്ടാണ് നാട്ടിൽ മര്യാദക്ക് മഴ പെയ്യാത്തത്. എല്ലാം ഈ ജാതി മൂല്യമാരൊക്കെ ഉണ്ടാവുമ്പോൾ എങ്ങനെ മഴ പെയ്യും? അവസ്ഥ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഞാൻ നല്ലോനാണെങ്കിലല്ലോ. ഞാൻ ബെടക്കനായതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഞാൻ നല്ലോനാണെങ്കിൽ ഇത് പറയില്ല. ഞാൻ ബെടക്കാണ്. എനിക്ക് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കോന്തലമ രക്ഷപ്പെടുന്ന ആഗ്രഹമുള്ളൂ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെ നാട്ടിലേക്ക് മദീന വരണോ ഇല്ല നിങ്ങൾ തീരുമാനിച്ചോളി. ഞാൻ മരിക്കുമ്പോൾ മദീനയെ മുത്തേർത്ത് വരും. അല്ലെങ്കിൽ മദീനയിലെ ഭരണകൂടം തകർന്ന് ഞാൻ മദീനയിൽ പ്രവേശിക്കുന്ന സാഹചര്യം ഉണ്ടാവും. രണ്ടാളുണ്ടാവും. ഇൻഷാ അല്ലാഹ്. എൻ്റെ കാര്യങ്ങൾ വിചാരണ്ട. ഞാൻ പറഞ്ഞത് അള്ളാഹുവിൻ്റെ കോടതിയിലല്ലേ തീരുമാനിക്കുക. ഇൻഷാ അല്ലാഹ്. അതിൻ്റെ മഹത്വമല്ല, അതാരുടെ മഹത്താണ്? മദീനൻ്റെ മഹത്താണ്. കാരണം മദീന എന്ന് പറഞ്ഞാൽ മദീന ആഗ്രഹിച്ചവനെ ഒരിക്കലും വൃത്തിയാക്കാത്തതാണ്. എന്ത് മദീന? അതാ മദീന. മറ്റും ഫാസിക്കാണ്, നോക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ ഫാസിക്ക് തന്നെ, പക്ഷെ മദീന ഫാസിക്കല്ലല്ലോ. ലോകത്തുള്ളവരെ മുഴുവൻ ആഗ്രഹം തീർക്കൽ ഞാനല്ലല്ലോ. ആരല്ലേ? എനിക്ക് ആഗ്രഹിക്കേണ്ട ഉത്തരവാദിത്തമുള്ളൂ. ആഗ്രഹം തീർത്തു കൊടുക്കേണ്ടത് മദീനൻ്റെ ഉത്തരവാദിത്തം. അപ്പോൾ ഞാൻ മരിക്കുന്നിടത്ത് മദീന വരും എന്ന് പറഞ്ഞാൽ എൻ്റെ മാത്രമല്ല, അത് മദീനയുടെ മാത്രമാണ്. അതെന്താ മനസ്സിലാക്കാത്തത്? അത് മദീനയുടെ മാത്രമാണ്. ആഗ്രഹിച്ചോൻ ആഗ്രഹം ചെയ്തു കൊടുക്കും. അതാണ് മദീന. അതാണ് മദീന. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ശഫാഅത്തി ലി അഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി. വന്തോഷികൾക്ക് ഞാൻ ശഫാഅത്ത് ചെയ്യും. വന്തോഷിയായത് ഓൻ്റെ മോശമാണ്. ശഫാഅത്ത് അവൻ്റെ ആഗ്രഹമുണ്ട്. വന്തോഷം ചെയ്തിട്ടുണ്ട്. പക്ഷെ അവൻ ശഫാഅത്ത് ആഗ്രഹമുണ്ട്. അത് ആര് ചെയ്തു കൊടുക്കും? അപ്പൊ ശഫാഅത്ത് ചെയ്ത് ഓൻ വലിയ ആളായതുകൊണ്ടല്ല, ദോഷിയല്ലേ, കബീറത്ത് ചെയ്തവനാണ് ഇവൻ. പക്ഷെ ഇവന് ശഫാഅത്ത് ചെയ്ത ആര്യ റസൂലുള്ളാഹ്, ഇവൻ അർഹതയില്ല. അപ്പോൾ ഇവന് ശഫാഅത്ത് ചെയ്ത ഇവന്റെ അൽപ്പത്തരല്ല, പിന്നെന്താ? റസൂലുള്ളാഹിന്റെ അൽപ്പത്തരാണ്, മുസ്തഫ നബിന്റെ അൽപ്പത്തരാണ്, ഹബീബ നബിന്റെ അൽപ്പത്തരാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ ഹബീബിനെ പഠിക്കുക. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നവരിൽ പെടുത്തട്ടെ. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ കോന്തലമ തൂങ്ങുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ കോന്തലമ തൂങ്ങുക. ദോഷികളാണ് നമ്മളൊക്കെ. നിങ്ങളെ കൂടുതൽ ഏറ്റവും വലിയ ദോഷം ഞാൻ ഇത് ചെയ്യുന്നത് തന്നെ എൻ്റെ ദോഷം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരോട് പറയാതെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതിനാണ് ഈ ക്ലാസ് കൊണ്ട് രക്ഷപ്പെടുന്നത് ഞാൻ തന്നെയാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ.
അള്ളാഹു നമുക്ക് തൗഫീഖ്. ഹബീബായ നബിയാണ് വാഴ്ത്തും. ഹബീബായ മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ ഹബീബാണ് നമ്മൾ വൽപ്പത്തരം. അള്ളാഹിൻ്റെ ഹബീബുമായി തൊട്ടതാണ് വൽപ്പത്തരം. എനിക്ക് 9 മക്കളുണ്ടായി, 9 ഒക്കെ റസൂലുള്ളാഹിൻ്റെ പേരാ. റസൂലുള്ളാഹിൻ്റെ പേരാ. എൻ്റെ 1ാമത്തെ കുട്ടീൻ്റെ പേര് ഉമ്മു ഹബീബാണ്. കുടുംബം മുഴുവൻ ആക്ഷേപിച്ചു. ഒരു ചെറിയ കുട്ടിക്ക് ഉമ്മു ഹബീബ എന്നൊരു പേരിടുന്നത്. ഒരാൾ പറഞ്ഞു ഉമ്മു ഹബീബ എന്ന് പറയുമെങ്കിൽ ഇപ്പോൾ ഇത് കുട്ടി ഇപ്പോൾ പ്രസവിക്കട്ടെ. എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ പറയാം ഉമ്മു ഹബീബ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പിന്നെ ഹബീബാൻ്റെ ഉമ്മാന്നാ. ആ ഹബീബാൻ്റെ ഉമ്മാന്ന് എങ്ങനെ കുട്ടി ഇപ്പം ഈ കുട്ടീനെ തന്നെ ഇപ്പം പ്രസവിച്ചോളൂ. ഉമ്മു ഹബീബ ഇപ്പം എന്തിനാ പേരിടുന്നത്? ഈ കുട്ടി ഇപ്പം പ്രസവിച്ചു. ഇതിന് പള്ളിയിലുണ്ടായി, ഇതിനെ കെട്ടിച്ച് പള്ളിയിലുണ്ടായി പ്രസവിച്ചാലല്ലേ ഇതിനെന്ത് പറയാൻ പറ്റുള്ളൂ? ഞാനൊന്നും കേട്ടില്ല. ഞാൻ ഭാര്യനോട് പറഞ്ഞു ഇതൊന്നും ഉണ്ടണ്ട, എനിക്കിഷ്ടമാണ്. എന്താ കാരണം? ഞാൻ ആ ആയിഷ ഉമ്മു ഹബീബ ബീവിൻ്റെ മാത്രം വായിച്ചിരുന്നു. അതതിന് കാരണം. എനിക്ക് ഉമ്മു ഹബീബ എന്ന് പറഞ്ഞാൽ താരിഫ് കയറി നിൽക്കുന്ന സമയമാണ് ആ സമയം. എന്താ ഉമ്മു ഹബീബ ബീവി ആരെ മകളാ? അബൂ സുഫിയാൻ്റെ മകളാണ് റളിയല്ലാഹു അൻഹു. അന്ന് അബൂ സുഫിയാൻ മുശ്രിക്കാ. വീട്ടിൽ കയറി വന്ന അബൂ സുഫിയാൻ ഇരിക്കുന്ന ആ വിരിപ്പ് വലിച്ചു നീക്കിയ ആളാണ് ആര്? ഉമ്മു ഹബീബ. അപ്പോൾ അബൂ സുഫിയാൻ ചോദിച്ചു, ഇതിൻ്റെ പുറത്തിരിക്കാൻ മാത്രമൊന്നും ഞാനില്ലേ മോളെ? അപ്പോൾ പറഞ്ഞു, നിങ്ങൾ വലിയ പുതപ്പിൻ്റെ മേലിരിക്കാൻ മാത്രമുണ്ട്, ഇതിൻ്റെ മുകളിൽ ഇരിക്കാൻ മാത്രമല്ല. ഇരിക്കണ സ്ഥലമാണ്, അവിടെ നിങ്ങളിരുത്തില്ല. ബാപ്പാനോട് പറഞ്ഞു. ആര്? ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. പറയണ്ട, പറയുന്നത് എന്ത് ചെയ്യുമാട്ട്. അപ്പം ആ കുട്ടിക്ക് ഉമ്മു ഹബീബാന്ന് പേരിട്ടു. എക്കടെ വിഷയം അതാണ്. എനിക്ക് ഉമ്മു ഹബീബാണ് വിഷയം. അവരുടെ പേര് റംല എന്നാണ്. മനസ്സിലായില്ല? ഉമ്മു ഹബീബ ബീവിയുടെ ഒറിജിനൽ പേരെന്താ? റംല. എന്നാൽ ചരിത്രത്തിൽ അവർ ഉമ്മു ഹബീബ എന്നറിയപ്പെട്ടു റളിയല്ലാഹു അൻഹ. ഞാൻ ആദ്യത്തെ കുട്ടിക്ക് ഇട്ട പേര് ഉമ്മു ഹബീബ എന്നാണ്. ആയിഷ എന്ന പേരിൽ 2 കുട്ടിയാണ്. ഒന്നിൻ്റെ പേര് ആയിഷ സെൽവ, ഒന്നിൻ്റെ പേര് ആയിഷ. 2 ആയിഷ, ഒരു ഖദീജ, ഒരു സൈനബ, ഒരു ഫാത്തിമ. 6 പെൺകുട്ടികളാണ്. 2 കുട്ടികളുടെ പേര് മുഹമ്മദാണ്, ഒരു കുട്ടിയുടെ പേര് അഹമ്മദ്. ആ കുട്ടികൾക്ക് 3 ആൺകുട്ടിയാണ്. 2 കുട്ടികളുടെ പേര് മുഹമ്മദ്. ഇക്രാമൻ്റെ റസൂൽ. ഒരു കുട്ടിൻ്റെ പേര് അഹമ്മദ്, 2 കുട്ടിയുടെ പേര് മുഹമ്മദ്. ഒന്ന് മുഹമ്മദ് സ്വാലിഹ്, ഒന്ന് മുഹമ്മദ് ഹാഷിം. അതെന്ന് പേരിട്ടു. ആൺകുട്ടിയാണെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹി വല്യപ്പൻ്റെ പേര് ഹാഷിം. റസൂലുള്ളാഹി വല്യപ്പനാണ് ഹാഷിം. 2 കൂട്ടി പേരിട്ടു നേരത്തെ തന്നെ. റസൂലുള്ളാഹി തൊട്ടാലില്ലാതെ ഇനി അല്ലാഹു തആല 100 ആൺകുട്ടികൾ തന്നാലും 100 പെൺകുട്ടികൾ തന്നാലും തിരിഞ്ഞ് പുതിയ പെണ്ണിട്ടുന്നല്ല പറഞ്ഞില്ല. മാനം നിങ്ങൾ അല്ല, എൻ്റെ കൽബതാണ് എനിക്ക് റസൂലുള്ളാഹി. റസൂലുള്ളാഹി മാത്രമേ അവിടെ കണ്ടിട്ടുള്ളൂ. റസൂലുള്ളാഹി അത്രയേ കണ്ടിട്ടുള്ളൂ, അത്രയേ ഉള്ളൂ. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറൊന്നുമില്ല, ഒന്നുമില്ല. അള്ളാഹിൻ്റെ ഹബീബിൽ ഫന ആണ് നമ്മളൊക്കെ. അപ്പം നമ്മൾ രക്ഷപ്പെടും. നമുക്കൊന്നും കഴിയൂല. സുള്ള ഒരു കനകക്കെട്ടി നമ്മളെ കയ്യിലിട്ട് എടുത്ത് ആ തീരാത്തൊരു മുതലാണത് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് രക്ഷപ്പെടാൻ നോക്കിക്കോളി. ഇല്ലെങ്കിൽ രക്ഷപ്പെടുന്നില്ല, ഒരിക്കലും രക്ഷപ്പെടില്ല. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ഇലാ ഹളറത്തിൽ മുസ്തഫ മുഹമ്മദിൻ الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. മോൾ അഫ്ളലുലമക്കും മോൻ ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനും ചേർന്ന് പഠിക്കാൻ പോവുകയാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ. സൂഫിയുടെ പ്രണയകാവ്യം ക്ലാസ്സിലേക്ക് ആയിഷ അരക്കിണർ 1000 രൂപ. ആ സ്ത്രീ ഇടക്കിടക്ക് അസാധുവായ സ്ത്രീ, വലിയ ധനാഢ്യമൊന്നുമല്ല, പക്ഷെ ഒരു ആശിക്കത്താണ്. റസൂലുള്ളാഹി വലിയ ആശിക്കത്താണ്. അവരെല്ലാ ദിവസവും എല്ലാ സമയത്തും 1000 രൂപേൻ്റെ ചീരനേക്ക് തരും. അത് തീരുമ്പോൾ പിന്നെയും തരും. പാവം. അല്ലാഹു തആല അവരെ മക്കൾക്കൊക്കെ ഖൈറിൻ്റെ പഠിപ്പ് കൊടുക്കട്ടെ, നല്ല ഖൈറാക്കി കൊടുക്കട്ടെ. അല്ലാഹു തആല എല്ലാ കുട്ടികളും എന്ത് പഠിച്ചാലും റസൂലുള്ളാഹിൻ്റെ അപ്പുറത്തേക്ക് പോകാത്ത പഠിപ്പാക്കി കൊടുക്കട്ടെ. എല്ലാവരോടും അത് പറയാനാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് യോഗ ഉണ്ടാക്കാറുണ്ട്. ആ യോഗത്തിൽ പറയണതാണ്, നിങ്ങൾ എന്ത് പഠിച്ചോളി, എന്ത് പഠിക്കും വിരോധമില്ല, റസൂലുള്ളാഹിൻ്റെ അപ്പുറത്തേക്ക് പോകരുത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും ആവശ്യം. അങ്ങനെ പോയാൽ പിന്നെ ബാപ്പങ്ങൾക്ക് ഉണ്ടാവില്ല, പൊരിയും കൂടിയൊക്കെ നിങ്ങൾക്ക് തരും. അങ്ങനെയാണല്ലോ. ഇപ്പം മക്കൾ രാഷ്ട്രീയത്തിൻ്റെ കാലഘട്ടമാണ്. ഇപ്പം ഞാനും നിങ്ങളെ മുതൽ വീട്ടിൽ നിന്നും പുറത്താക്കില്ല, ബാപ്പ പുറത്തേക്ക് പോകും. റസൂലുള്ള വരാ കുട്ടികളെ കൽബിലില്ലെങ്കിൽ പിന്നെ ബാപ്പ പുറത്തേക്ക് പോകും. പിന്നെ ബാപ്പക്ക് മുതലിൻ്റെ ആവശ്യമില്ല, ഒന്നും വേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ കുട്ടികളോട് ഈ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്, ബാപ്പങ്ങൾക്ക് നഷ്ടപ്പെടും. റസൂലുള്ള എപ്പോഴും നിങ്ങളെ കൽബിലില്ലാതെയായോ ആ സമയത്ത് ബാപ്പങ്ങൾക്ക് നഷ്ടപ്പെടും.
എൻ്റെ കുട്ടികളോട് അതാണ് എല്ലാ ക്ലാസ്സും ഇടക്കിടക്ക് കുട്ടികളൊരു പാപ്പ എൻ്റെ ശിഷ്യന്മാരായതുകൊണ്ട് ഞങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. മക്കളെ നമ്മളെ ബന്ധം റസൂലയാണ്. എപ്പോൾ റസൂലുള്ള കൽബിന്ന് പോയോ, റസൂലുള്ള കൽബിലുണ്ടെങ്കിൽ ആ കൽബിൽ അള്ളയുണ്ട്. മനസ്സിലായില്ലേ? റസൂൽ അല്ലെങ്കിൽ പിന്നെ അവിടെ ആരില്ല. വല്ല വീട്ടിലും നബി താമസിച്ചാൽ അവിടെ വിളക്ക് വേണ്ട നബി. അതാണ് ഇന്ന ബൈതൻ അന്തസാക്കിനും ഒരു വീട്ടിൽ നബി ഉണ്ടെങ്കിൽ പിന്നെ ആ വീട്ടിൽ എന്തില്ല, ഒന്നുമില്ല. ആ വീട്ടിൽ വിളക്ക് റസൂലുള്ള വീട്ടിലുണ്ടെങ്കിൽ അവിടെ വിളക്കിൻ്റെ ആവശ്യമില്ല. അവിടെ പിന്നെ റസൂലുള്ള വീട്ടിലുണ്ട്, അവിടെ വിളക്കായി, അവിടെ എല്ലാം ഹൈറായി നടക്കും. റസൂലിൻ്റെ അല്ലേ ഒന്നുമില്ല. അള്ളാഹുന്റെ ഹബീബിൻ്റെ ഇഷ്ടപ്പെട്ടവരിൽ അള്ളാഹു നമ്മളെ ചേർത്തേർത്തെ. ആയിഷാണ് അരക്കണർ, നല്ല സ്ത്രീയാണ്, പാവാണ്, നല്ല സ്ത്രീയാണ്, പണ്ടേ നമ്മളെ സഹായിക്കുന്ന ഒരു സ്ത്രീയാണ്. വലിയ ധനാഢ്യൊന്നുമല്ല, പക്ഷെ അവർ ആശിഖത്ത് റസൂലാണ്. അള്ളാഹുന്റെ ഹബീബിനെ വലിയ ഇഷ്ടമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തആല അഫ്ളലുൽ ഉൽമ പഠിക്കാൻ പോണ മോൾക്ക് അള്ളാഹു ഖൈർ പോലെ ആക്കി കൊടുക്കട്ടെ, ഖൈറാക്കി കൊടുക്കട്ടെ. ഖൈറാണ് വേണ്ടത്. ഖൈർ അള്ളാഹുവിനെ അറിയും. വീട്ടിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോണ കുട്ടിക്കും അള്ളാഹു തആല ഖൈറിൻ്റെ വാതിൽ തുറന്നു കൊടുക്കട്ടെ. എല്ലാവരും അള്ളാഹു ഖൈറിലേക്ക് ചേർക്കട്ടെ, ശർറിനെ തൊട്ട് കാത്തിരക്ഷിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ ഹബീബിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖൻ വർസുഖ്നാ ഇത്തിബാഅഹു വഅരിനൽ ബാതില ബാതിലൻ വർസുഖ്നാ ഇജ്തിനാബഹു. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين ودمر أعداءنا أعداءك أعداء الدين وعلي كلمتك إلى يوم الدين. പഠിച്ചവനെ എന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്തണം റബ്ബേ, നിന്റെ സ്വാധീനങ്ങൾ പെടുത്തണം റബ്ബേ. ഖൽബിൽ റസൂലുള്ളാഹിനെ കേറ്റിത്തരണം, ഖൽബിൽ റസൂലുള്ളാഹിനെ കേറ്റിത്തരണം റബ്ബേ. റസൂലുള്ളാഹിൽ ഫനാ ഞങ്ങൾക്ക് തൗഫീഖ് തരണം റബ്ബേ. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെ വിമർശിച്ചാലും ആ വിമർശകരിൽ നിന്ന് മുസ്തഫ നബിയെ യാഥാർത്ഥ്യം പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ നാവിന് തൗഫീഖ് തരണം. അല്ലാഹ് എല്ലാവർക്കും ബോധം തരണമേ റബ്ബേ. അല്ലാഹുവിൻ്റെ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് ഞങ്ങളുടെ സർവസ്വം, അതാണ് സർവസ്വം. ഒരു സയ്യിദിനെ കാണുമ്പോഴത്തേക്ക് കയ്യെ പിടിച്ചു. ഞാൻ ഈ ആഴ്ച ഒരു സയ്യിദിനെ കണ്ടപ്പോൾ ഞാൻ കൈ പിടിച്ചെത്തിയിട്ടുണ്ട്. ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന സയ്യിദുണ്ട്, ഞാനിവിടെ കൈ പിടിച്ചെടുത്തിട്ടുണ്ട്. എന്തേ? നമ്മൾ അവരെ കൈയല്ല പിടിച്ചത്, മുസ്തഫ നബിൻ്റെ. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് വിഷയം. അള്ളാഹുൻ്റെ ഹബീബിൻ്റെ ആളുകളാകാൻ, അള്ളാഹുൻ്റെ ഹബീബിൻ്റെ പേരക്കുട്ടികളെ കൂടെ ഇതിനൊക്കെ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു ആ പഴയകാല നന്മയിലേക്ക് തിരിച്ചു മടക്കാൻ അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അഹ്ലുൽ ബൈത്തിനെ ബഹുമാനിക്കാനും അവരെ കൂടെ നിൽക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അവരെ കൂടെ നിൽക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അഹ്ലുൽ ബൈത്തിൻ്റെ കൂടെ നിൽക്കാൻ അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവരോടൊക്കെയുള്ള സ്നേഹം തിരിച്ചറിയാൻ അള്ളാഹു അവർക്കും തൗഫീഖ് കൊടുക്കട്ടെ. അള്ളാഹു ഈ സ്നേഹബന്ധം അള്ളാഹു നിലനിർത്തി തരട്ടെ. അവരെയൊക്കെ സ്നേഹിച്ച് മരിച്ച നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സ്വാലിഹാക്കി തരട്ടെ. എല്ലാ മുസീബത്തിനെ തൊട്ടും ഉമ്മത്ത് മുസ്ലിമത്തിനെ അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. എല്ലാം അള്ളാഹു ഖൈറാക്കി തരട്ടെ. ഖൈറായ മഴ അള്ളാഹു തആല തരട്ടെ. ആമീൻ. ഉറക്കെ പറയാം ആമീൻ. അള്ളാഹു ഖൈറായ മഴയെ തരണമേ റബ്ബേ, ഖൈറായ മഴയെ തരണമേ റബ്ബേ. ആപത്തുണ്ടാകുന്ന മഴ ഉണ്ടാകരുത് പഠിച്ചവനെ, ആപത്തുണ്ടാകരുത് റബ്ബേ. മഴ കൊണ്ട് വലിയ ആപത്തുണ്ടാവാൻ സാധ്യതയുണ്ട് ഇന്ന് പല ഗവേഷകരും പറയുന്നുണ്ട്. അല്ലാഹ് ആപത്തിനെ തൊട്ട് കാക്കണമേ റബ്ബേ, മഴ തരണമേ റബ്ബേ. അതേസമയം ആപത്തിനെ തൊട്ട് കാത്തിരക്ഷിക്കണമേ റബ്ബന, കാക്കണമേ റബ്ബേ. ഞങ്ങളെ കുട്ടികളെ സ്കൂളും മദ്രസയൊക്കെ ഭംഗിയായി നടത്തി തരണമേ റബ്ബേ. അതിന് തടസ്സമാകുന്ന മഴയോ പ്രതിസന്ധി ഒന്നും ഉണ്ടാകരുത് പഠിച്ചോനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين.